സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 11:12 മുതൽ 14 വരെ. പിറ്റേന്നാൾ അവർ ബേഥാന്യ വിട്ടുപോരുമ്പോൾ യേശുവിന് വിശന്നു. യേശു ഇലയുള്ളൊരു അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു. അതിൽ വല്ലതും കണ്ടുകിട്ടുമോ എന്ന് വച്ച് ചെന്നു. അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നു. യേശു അതിനോട്, ഇനി നിങ്കൽ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ശിഷ്യന്മാർ കേട്ടു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വേദഭാഗം സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി ദൈവപുത്രനായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ഭൂമിയിലായിരുന്നപ്പോൾ നടന്ന ഒരു സംഭവമാണ് നാം വായിച്ചു കേട്ടത്. യേശു തൻ്റെ ശിഷ്യന്മാരുമായി ഒരു ദിവസം ബേഥാന്യ എന്ന ഗ്രാമം വിട്ട് പുറത്തേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ യേശു ഒരു അത്തിവൃക്ഷം കാണുകയാണ്. ആ അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് തന്നെ കണ്ട യേശു അതിനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ അത് ഒരു നിറവോടെ നിൽക്കുകയാണ്. അഥവാ അത് പുഷ്ടിയോടെ നിൽക്കുകയാണ്. അത് കണ്ട് യേശു അതിൽ നിന്ന് എന്തെങ്കിലും ഫലം കാണും എന്ന ആഗ്രഹത്തോടെ, വിശപ്പോടെ അതിനരികിൽ ചെല്ലുകയാണ്. എന്നാൽ ആ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ചെന്നപ്പോൾ കണ്ടത് അതിൽ ഇലയല്ലാതെ ഒരു ഫലം പോലും ഇല്ല എന്നുള്ളതായിരുന്നു. ആ സമയം യേശു ആ അത്തിവൃക്ഷത്തെ ശപിക്കുകയാണ്. ഇനി നിങ്ങൾ നിന്ന് ആർക്കും ഒരിക്കലും ഒരു ഫലം ലഭിക്കാതെ പോകട്ടെ എന്നാണ് അതിനെ ശപിച്ചത്. പിന്നത്തേതിൽ സംഭവിച്ചത് മർക്കോസ് 11:20-21 തിരുവചനങ്ങളിൽ എഴുതിയിരിക്കുകയാണ്. രാവിലെ അവർ കടന്നു പോരുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു. റബ്ബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് അവനോട് പറഞ്ഞു. ഇവിടെ നാം കാണുന്നത് യേശു പ്രതീക്ഷയോടെ കടന്നുപോയ, അന്വേഷിച്ച അത്തിയിൽ ഫലമില്ലാതെ വന്നതുകൊണ്ട് അതിനെ ശപിച്ചതും അത് ഉണങ്ങിപ്പോയതുമാണ്. ദൈവം ഓരോ വ്യക്തികളിൽ നിന്നും, കുടുംബങ്ങളിൽ നിന്നും ഫലം പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. ദൈവം ഫലം പ്രതീക്ഷിക്കുന്നു എന്ന് മാത്രമല്ല, ദൈവം വ്യക്തികളെ, കുടുംബങ്ങളെ സന്ദർശിക്കുകയും ചെയ്യും. നാം അറിഞ്ഞോ അറിയാതെയോ എപ്പോഴും ദൈവിക ദൃഷ്ടി നമ്മുടെ മേൽ പതിക്കുന്നുണ്ട്. ദൈവിക സന്ദർശനം നമുക്കുണ്ടാകുന്നുണ്ട്. ഇവിടെയാണ്
ഓരോ മനുഷ്യനും, പ്രത്യേകിച്ച് ദൈവഭക്തന്, ദൈവവിശ്വാസിക്ക്, ഒരു ദൈവ പൈതലിന് ജാഗ്രത അത്യാവശ്യമായിരിക്കുന്നു. ഞാൻ എന്ന വ്യക്തി അഥവാ ഞാൻ എന്ന വൃക്ഷം, ഇതിലെന്തെങ്കിലും ഫലമുണ്ടോ? എൻ്റെ കുടുംബത്തിൽ, സഭയിൽ, സമൂഹത്തിൽ ഞാനെന്ന വ്യക്തിക്ക് എന്നിലൂടെ എന്തെങ്കിലും ഫലം ലഭിക്കുന്നുണ്ടോ? ഇത് നാം ഓരോ നിമിഷവും ആരായേണ്ട ഒരു വിഷയമാണ്. നമ്മിൽ നിന്നും എന്തെങ്കിലും ഫലം ലഭിക്കുന്നില്ലെങ്കിൽ നാം ശാപഗ്രസ്തരാണ്. ശാപഗ്രസ്തർ നശിച്ചു പോകുമെന്നാണ് ഇന്നത്തെ സുവിശേഷം ഓർമ്മപ്പെടുത്തുന്നത്. അതെ, ശപിക്കപ്പെടാതെ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കാൻ ഫലമുള്ളവരായിരിക്കാം. ആമേൻ. കൃപമതി യേശുനാഥാ, തവ കൃപമതി എന്നുമെന്നും, ബലഹീന വേളകളിൽ ബലം നൽകും കൃപമതി, ബലഹീന വേളകളിൽ ബലം നൽകും കൃപമതി. കൃപയാൽ പുതുജീവൻ നൽകി, കൃപയാൽ എന്നെ സൗഖ്യമാക്കി, കൃപയാൽ പുതുജീവൻ നൽകി, കൃപയാൽ എന്നെ സൗഖ്യമാക്കി, കൃപയാൽ എന്നെ തിരഞ്ഞെടുത്തു, കൃപയാലെന്നും നടത്തിയിടുന്നു, കൃപയാൽ എന്നെ തിരഞ്ഞെടുത്തു, കൃപയാലെന്നും നടത്തിയിടുന്നു. കൃപമതി യേശുനാഥാ, തവ കൃപമതി എന്നുമെന്നും, ബലഹീന വേളകളിൽ ബലം നൽകും കൃപമതി, ബലഹീന വേളകളിൽ ബലം നൽകും കൃപമതി. നിലയ്ക്കാത്ത വേദനകൾ, നിലയാത്ത നേരങ്ങളിൽ, നിലയ്ക്കാത്ത വേദനകൾ,